71st question. The direction of shaded pole motor can be reversed by. Shaded pole motor direction reverse ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? Options: shifting all the shading coils to the right to the other half of the pole, reversing supply of terminals, shifting 2 shading coils to other half of pole, none of these. ഏതേനകത്ത് ആൻസർ വരിക? നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്ന് പറയുന്നത് എന്താ? ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണല്ലേ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉള്ള 2 ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ഫേസിങ് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ടൈപ്പാണ് ഷെയ്ഡഡ് പോൾ എന്ന് പറയുന്നത്. അതായത് ഈ മോട്ടർ പോൾസിൽ ഒരു കുറച്ച് പോർഷൻ ഒരു കോപ്പർ ഷെയ്ഡിങ് റിങ് വെച്ചിട്ട് ഷെയ്ഡിങ് ബാൻഡ് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. അത് പ്രകാരം നമുക്ക് മെയിൻ ഫ്ലക്സും ഈ പോർഷനിൽ ഉണ്ടാകുന്ന ഫ്ലക്സും തമ്മിൽ ഒരു ചെറിയ ഫേസ് ഡിഫറൻസ് ഉണ്ടായി കിട്ടുന്നു അല്ലേ. അതായത് ഇപ്പോൾ ഈ പോർഷനിലെ ഫ്ലക്സ് ഒരു 5-1 ആണെങ്കിൽ ഈ പോർഷനിൽ ഫ്ലക്സ് ഒരു 5-2 ആണെങ്കിൽ എന്താണ് ഇവിടെ 5-2 എന്നല്ല, അവിടെ റിസൾട്ടൻറ്റ് ഫ്ലക്സ് ആണ് വരിക. എന്തായാലും 2 ഫ്ലക്സുകൾ, ഫസ്റ്റ് ഫ്ലക്സും സെക്കൻഡ് ഫ്ലക്സും, ഈ 2 ഫ്ലക്സും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നു അല്ലേ. അതായത് നമ്മൾ ഇപ്പോൾ കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്താ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഫ്ലക്സുകൾ തമ്മിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെയും 5-1ഉം 5-2ഉം തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കിയെടുത്ത് അവിടെ ഒരു റൊട്ടേറ്റിംഗ് ഫ്ലക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൊട്ടേറ്റിംഗ് ഫ്ലക്സ് എപ്പോഴും അതിൻ്റെ ലീഡിങ് ഫേസിൽ നിന്ന് ലാഗിങ് ഫേസിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ മെയിൻ ഫ്ലക്സിൽ നിന്ന് ഷെയ്ഡഡ് റീജിയണിലെ ഫ്ലക്സിലേക്ക് ആ ഒരു ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവുക. അതനുസരിച്ചായിരിക്കും മോട്ടറും റൊട്ടേറ്റ് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സപ്ലൈ ടെർമിനൽസ് മാറ്റിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. കാരണം സപ്ലൈ ടെർമിനൽസ് മാറ്റിക്കഴിഞ്ഞാൽ ഈ ലാഗിങ് ലീഡിങ് ഫേസുകൾ ഒന്ന് റിവേഴ്സ് ആവുന്നുള്ളൂ. അതിൻ്റെ യാതൊരു രീതിയിലുള്ള ഡയറക്ഷൻ റൊട്ടേഷൻ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ആവില്ല. ദെൻ ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ? ഈ റോട്ടറിൻ്റെ അല്ലെങ്കിൽ മോട്ടറിൻ്റെ റൊട്ടേറ്റിംഗ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ലാഗ് ലീഡ് ഫേസ് മാറ്റിയെടുക്കണം. അതായത് ഈ പൊസിഷനിൽ കോപ്പർ ബാൻഡ് ഇരിക്കുമ്പോൾ ഇവിടെ ലീഡിങ് ഫേസും ഇവിടെ ലാഗിങ് ഫേസും ആണ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫേസിലേക്ക് അല്ലെങ്കിൽ ഈ പൊസിഷനിലേക്ക് കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ലീഡിങ് ഫേസ് ആവും, ഇവിടെ ലാഗിങ് ഫേസ് ആവും. അപ്പോൾ റോട്ടർ റൊട്ടേഷൻ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താ? ഷിഫ്റ്റിംഗ് ഓൾ ദ ഷെയ്ഡിങ് കോയിൽസ് ടു ദ അതർ ഹാഫ് ഓഫ് പോൾ. ഈ ഓപ്ഷൻ മാത്രമേ ഇതിന് ശരിയായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ തിരിക്കണമെങ്കിൽ ഷെയ്ഡിങ് കോയിൽസ് അതർ ഹാഫിലേക്ക് ചേഞ്ച് ചെയ്യണം എല്ലാത്തിൻ്റെയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമുക്ക് തിയറട്ടിക്കലി ഇങ്ങനെ പറയാം, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുന്നത് പോസിബിൾ ആണോ? ഇല്ല. പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആ റോട്ടറിനെ അല്ലെങ്കിൽ ആ മോട്ടറിനെ മുഴുവൻ അഴിച്ച് പണിത് ഈ ഷെയ്ഡിങ് ബാൻഡുകളെല്ലാം ഇങ്ങനെ മാറ്റിയൊക്കെ ഫിറ്റ് ചെയ്ത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് തിയറട്ടിക്കലായിട്ടാണ്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് അങ്ങനെ ഒരു റിവേഴ്സിങ് ഓഫ് ഡയറക്ഷൻ പോസിബിൾ അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ് ഈസ് ബേസ്ഡ് ഓൺ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് പേരിൽ തന്നെ ഉണ്ടല്ലേ. ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഒരു മെറ്റീരിയലിൽ എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്റീസിസ് ലോസും കൊണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തത്, ജൂൾസ് എഫക്റ്റ് മൂലം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളാണ് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡൊമസ്റ്റിക് കേക്ക് ബേക്കിംഗ് ഓവൻ ദ ടെമ്പറേച്ചർ ഈസ് കൺട്രോൾഡ് ബൈ. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. സീരീസ് പാരലൽ ഓപ്പറേഷൻ, ഓട്ടോ ട്രാൻസ്ഫോമർ, തെർമോസ്റ്റാറ്റ്, വോൾട്ടേജ് വേരിയേഷൻ. ഓക്കെ, ഇത് ഡൊമസ്റ്റിക് കേക്ക് ബേക്കിംഗ് ഓവനാണ്. അത് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഓവൻ. ആ ഓവനിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഏതാണ് ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കിയിട്ട്? തെർമോസ്റ്റാറ്റ് ആണ് കേട്ടോ. തെർമോസ്റ്റാറ്റ് ആണ് നമ്മുടെ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു സീരീസ് പാരലൽ ഓപ്പറേഷൻ, ഓട്ടോ ട്രാൻസ്ഫോമറോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഗർ ഈസ് യൂസ്ഡ് ടു മെഷർ. മെഗർ പലതവണ നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലേ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ മെഗർ. മെഗർ എന്ന് പറയുന്നത് എന്താ? ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസുകളൊക്കെ
മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ തന്നെ ഒരു ചോദ്യം കൂടി നമ്മൾ കണ്ടിരുന്നു, എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ഇത് MC ടൈപ്പ് PMMC ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസും ഈ സെക്ഷനിൽ നിന്ന് കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർമറിംഗ് ഈസ് പ്രൊവൈഡഡ് ടു പ്രൊട്ടക്ട് ദ കേബിൾ ഫ്രം റസ്റ്റിംഗ് ഓഫ് ട്രാൻസ്, മെക്കാനിക്കൽ ഇഞ്ചുറി, എൻട്രി ഓഫ് മോയ്സ്ചർ, ലീക്കേജ് കറന്റ്. ഓക്കെ, എന്താണ് ഈ ആർമറിംഗ്? ആർമറിംഗ് നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് പഠിക്കുന്നുണ്ടല്ലേ. അതായത് എന്താ, ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ പുറത്ത് എന്താ ഒരു ഇൻസുലേഷൻ, ദെൻ ഇങ്ങനെ പല ലെയേഴ്സായിട്ട് അതിനിങ്ങനെ കുറേ ലെയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ ലെയേഴ്സിൽ വരുന്ന ഒരു ലെയറാണ് ഏത്, ഈ ആർമറിംഗ് എന്ന് പറയുന്നത്. ഇനി ലെയേഴ്സ് ഉണ്ട് അല്ലേ, ബെഡിങ് ഉണ്ട്, ലെഡ് ഷീത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസുലേഷൻ്റെ തന്നെ പല ലെയേഴ്സ് ഉണ്ട്, അങ്ങനെ പല ലെയേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർമറിംഗ് എന്ന് പറഞ്ഞ ലെയർ എന്തിനാണ് എന്നാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണെന്ന് ചോദ്യം. പിന്നെ ആൻസർ വരിക മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കൂടുതലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന കേബിൾസ് എല്ലാം ആർമേർഡ് കേബിൾസ് ആകണം എന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, ആർമറിംഗ് ഉള്ള കേബിൾസ് ആകണം. അതൊരു മെക്കാനിക്കൽ, ആ കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വയർ നെറ്റ് പോലെ അങ്ങനത്തെ ഒരു കവറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ യൂസ്, മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് കേബിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ എൻട്രി ഓഫ് മോയ്സ്ചർ ഒക്കെ തടയാനൊക്കെ ലെയറുകളുണ്ട്. ഓരോ ലെയറിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ മോയ്സ്ചർ എൻട്രി തടയാനായിട്ടുള്ള ലെയറാണ് ഇതിൻ്റെ ബെഡിങ് എന്ന് പറയുന്നത്. ബെഡിങ് ജൂട്ട് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഒരു ബെഡിങ് ലെയർ അതിനകത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ റെസ്റ്റിംഗ്, ലീക്കേജ് കറന്റ്, ഇതിനൊന്നുമില്ല. ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പഠിക്കുക.